ഹലോ, വെൽക്കം മാസ്റ്റർ മൈൻഡ്സ്. അറിവിനെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് പുത്തൻ പുതിയ ചോദ്യങ്ങൾ, രസകരമായ ചോദ്യങ്ങൾ, വിചിത്രമായ ചോദ്യങ്ങൾ, ഇവയെല്ലാം കോർത്തിണക്കി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ബ്രില്യൻ ക്വിസ് 2020. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. മനുഷ്യ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവമായ കരളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, യൂറിയ, അമോണിയ, സയനൈഡ്. ഇവയിൽ ഏതാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു? The right answer is അമോണിയ. അമോണിയാണ് ശരിയായ ഉത്തരം. നമുക്കറിയാം, കരൾ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ രാസാഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന അവയവം നമ്മുടെ കരളാണ്, മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ഓർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയുടെ അറകളിലേക്കുള്ള ആ ചോദ്യം. ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? എസ്.കെ. പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, കോവിലൻ. ഇവരിൽ ആരുടെ ആത്മകഥയാണ് എസ്.കെ. പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, കോവിലൻ ആൻഡ് സഞ്ജയ്? The right answer is വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ നോവൽ പ്രേമലേഖനമാണ്. എല്ലാം കൃത്യമായി ഓർത്തു വയ്ക്കുക. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം നമ്മുടെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചോദ്യം ഓൺ യുവർ സ്ക്രീൻ. കേരളത്തിലെ ആദ്യ നിയമനിർമ്മാണ സഭ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ: മദ്രാസ് നിയമസഭ, തിരുക്കൊച്ചി നിയമസഭ, ഒന്നാം കേരള നിയമസഭ, ശ്രീമൂലം പ്രജാസഭ. ഇവയിൽ ഏതാണ് ശരിയായത്? ടൈം ഈസ് റണ്ണിംഗ്. റൈറ്റ് ആൻസർ ഈസ് ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭയാണ് ശരിയായ ഉത്തരം. 1904 ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായത്. മാത്രമല്ല, ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ഇത് സ്ഥാപിച്ചത്. ഇക്കാര്യം ഓർത്തു വെക്കണം, മറക്കരുത്. ഓക്കെ, പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു കൊച്ചു ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ബോള് കുഞ്ഞിതാണെങ്കിലും ഭയങ്കര വ്യത്യസ്തമായൊരു ബോളാണ്. ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ഈ ബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രത്തിൽ കണ്ടിരിക്കുന്ന ബോൾ ബേസ്ബോൾ, ബീച്ച് വോളി, റഗ്ബി, സ്നൂക്കർ. ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക. റഗ്ബി ഈസ് ദ റൈറ്റ് ആൻസർ. റഗ്ബിയാണ് ശരിയായ ഉത്തരം. വളരെ രസകരമായൊരു കളിയാണ് റഗ്ബി. നിങ്ങൾക്കറിയാം, തലയിൽ ശരിക്കും ഹെൽമറ്റ് വെച്ചുകൊണ്ട് കളിക്കുന്ന കളി കൂടിയാണ് റഗ്ബി. റഗ്ബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, പോകാം പ്രപഞ്ചം മുഴുവനുമുള്ള ആ ചോദ്യത്തിലേക്ക്. ദാറ്റ് ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പറഞ്ഞത് ആര് എന്നാണ് ചോദ്യം. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പറഞ്ഞത് ആര്? കൽപ്പന ചൗള, APJ അബ്ദുൽ കലാം, മദർ തെരേസ. ഇവരിൽ ആരാണ്? മഹാത്മാഗാന്ധി, കൽപ്പന ചൗള, APJ അബ്ദുൽ കലാം, മദർ തെരേസ. റൈറ്റ് ആൻസർ ഈസ് കൽപ്പന ചൗളയാണ് ശരിയായ ഉത്തരം. കൽപ്പന ചൗളയുടെ ആത്മകഥയുടെ പേര് എഡ്ജ് ഓഫ് ടൈം എന്നാണ്. എഡ്ജ് ഓഫ് ടൈം എന്നത് കൽപ്പന ചൗളയുടെ ആത്മകഥയാണ്. മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു രസകരമായ ചോദ്യം.
ഒപ്പം തന്നെ വിജ്ഞാനപ്രദമായ ചോദ്യം. That question on your screen. താഴെ പറയുന്നവയിൽ ചെറിയ വടി എന്നർത്ഥം വരുന്നത് ഏതിനാണ്? പ്രോട്ടോസോവ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? റൈറ്റ് ആൻസർ ഈസ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് ശരിയായ ഉത്തരം. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക്. ആ ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. ചോദ്യത്തിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ സ്റ്റാമ്പിൻ്റെ മൂല്യം എത്രയായിരുന്നു? എത്ര രൂപയുടെ സ്റ്റാമ്പാണ് പുറത്തിറങ്ങിയത് എന്നാണ് ചോദ്യം. ഓക്കെ, 2 അണ, 1 അണ, 10 പൈസ, 15 പൈസ, ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? റൈറ്റ് ആൻസർ ഈസ് 15 പൈസ. 15 പൈസയാണ് ശരിയായ ഉത്തരം. 1967 ആഗസ്റ്റ് മാസം 21-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ഇതിന് 15 പൈസയായിരുന്നു എന്നത് നിങ്ങൾ ഓർക്കണം. തെറ്റിയില്ലല്ലോ? കൃത്യമായി പഠിച്ചോളൂ. രസകരമായ മറ്റൊരു ചോദ്യം. ആ ചോദ്യം കാണുന്നതിന് മുമ്പ് ഈ ചിത്രം നിങ്ങൾ കാണുക. ഈ ചിത്രം സസൂക്ഷ്മം ശ്രദ്ധിക്കുക. ചിത്രം ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഈ ചിത്രത്തിൽ കണ്ട പ്രമുഖ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഈ ചിത്രത്തിൽ കണ്ട പ്രമുഖ വ്യക്തി ആര്? ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, ജെഫ് ബെസോസ്, വാറൻ ബഫറ്റ്. ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, ജെഫ് ബെസോസ്, വാറൻ ബഫറ്റ്. ഇവരിൽ ആരാണ് ശരിയായ ഉത്തരം? ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് ഈസ് റൈറ്റ് ആൻസർ. ചില ആളുകൾ സ്റ്റീവ് ജോബ്സ് ആണെന്ന് കരുതി, പക്ഷേ ബിൽ ഗേറ്റ്സ് ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബിൽ ഗേറ്റ്സ്. പോകണ്ടേ അടുത്ത ചോദ്യത്തിലേക്ക്? അടുത്ത ചോദ്യം ഒരു ബോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബോട്ട്, വെറും ബോട്ടല്ല. ബോട്ട് ഏതാണെന്നറിയാൻ ഈ ചോദ്യം കാണുക. സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ: ആദിത്യ, സൂര്യ, ജലറാണി, ജലകന്യക. ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ് ആൻസർ ഈസ് ആദിത്യ. ആദിത്യയാണ് ശരിയായ ഉത്തരം. വൈക്കത്തിനും തവണക്കടവിനും ഇടയിലാണ് സർവീസ് നടത്തിയത്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിലാണ് ഇത് സർവീസ് നടത്തിയത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തു വച്ചേക്കുക. ഇതുപോലുള്ള രസകരമായ ചോദ്യങ്ങൾ തെറ്റാൻ പാടില്ല. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ആ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവമേത് എന്നാണ് ചോദ്യം. ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം: വൃക്ക, നേത്രം, ഹൃദയം, കാൽമുട്ട്. ഹൃദയം, വൃക്ക, നേത്രം, കാൽമുട്ട്. ഇവയിലേതാണ് ശരിയായ ഉത്തരം? റൈറ്റ് ആൻസർ ഈസ് വൃക്ക. വൃക്കയാണ് ശരിയായ ഉത്തരം. 1950 ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. 1950. ഓക്കെ, ഇതാണ് വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയേണ്ട പോയിന്റ്. ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ ഉത്തരവും അറിയാം. ക്രിസ്ത്യൻ ബെർണാഡിനെയും അറിയാം. അടുത്ത ചോദ്യം ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ജീവിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന ജീവി ഏത് എന്നാണ് ചോദ്യം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന ജീവി ഏത്?
ഓപ്ഷൻ ശ്രദ്ധിക്കുക: ഉറുമ്പുതീനി, കോല, പ്ലാറ്റിപ്പസ്, ഉടുമ്പ്. ഇവയിലേതാണ് ശരിയായ ഉത്തരം? എത്രയും പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ് ആൻസർ ഈസ് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് ആണ് ശരിയായ ഉത്തരം. ഓർക്കുക, പ്ലാറ്റിപ്പസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ മുട്ടയും ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസിൻ്റെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതുപോലുള്ള വിചിത്രമായ കാര്യങ്ങൾ, രസകരമായ വസ്തുതകൾ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബ്രില്യൻ TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കാരണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ അറിയണമെന്നില്ല. പലരും പറയാറുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയാറില്ല എന്ന്. അതിന് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഒപ്പം ബ്രില്യൻ TVയുടെ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമും LDC മെഗാ ക്രാഷ് കോഴ്സ് എന്ന ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ LDC പരീക്ഷ അല്ലെങ്കിൽ LGS പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന പൂർണ്ണമായ റയറസ്റ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നും ഡെയിലി എക്സാമിനേഷൻ, ഒപ്പം മെമ്മറി ട്രിക്സുകൾ, SCRT സ്കൂൾ സിലബസ് പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനരീതികൾ, അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ചില മോക്ക് ടെസ്റ്റുകൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കിഡിലൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, LGS, LDC തുടങ്ങിയ പരീക്ഷകൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. അധ്യാപകർ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. 9995558247 9995558247. ഓക്കെ, പുത്തനറിവുകൾ, പുതിയ അറിവുകൾ, ഒപ്പം രസകരവും വിചിത്രമായ വസ്തുതകളുമായി വീണ്ടും കണ്ടുമുട്ടാം. This is me, Surya Dhanesh, signing out with Brilliant Team.